സഹോദരിമാരെല്ലാം സാന്ദർഭികമായി ഞാനൊരു കാര്യം ഉണർത്തുകയാണ്. ഇതുവരെ ഏകദേശം 3 മണി മുതൽ ഇത്രയും സമയം മാല മൗലിദുകളിലുള്ള മുജാഹിദ് പ്രസ്ഥാനവും ജമാഅത്തെ ഇസ്ലാമിക്കാരും അതുപോലത്തെ പുത്തനാശയക്കാരും അത് ചെല്ലുവരുന്നവരെ തെറ്റുധരിപ്പിച്ച് ഇത്തരം അബദ്ധങ്ങളാണ് ഈ മാലകളിലെല്ലാം ഉള്ളത്, ഇതാണോ നിങ്ങൾ ചെല്ലുവരുന്നത് എന്ന് പറഞ്ഞ് പെട്ടെന്ന് സാധാരണക്കാരുടെ മനസ്സ് വസ്വാസാക്കുന്ന ഒരു പ്രവണത, പ്രത്യേകിച്ച് അതിന് പറ്റാകുന്ന ഒരു മേഖലയാണ് മാലയും മൗലിദും. നമുക്കറിയാം, ഞാൻ നഫീസത്ത് മാലയിലേക്ക് എന്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരും നിങ്ങളുടെ വീടുകളിൽ മൗലിദിന്റെ കിതാബ് ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന വിഷയം ഒന്ന് എടുത്തു നോക്കി ആ തെറ്റായ രൂപത്തിലാണ് റബ്ബ് എന്റെ വീട്ടിലിരിക്കുന്ന സബീനയിൽ അല്ലെങ്കിൽ മൗലിദ് കിതാബിലുള്ളത്, ഇത്ര കാലം ഞാൻ ഈ തെറ്റ് അറിയാതെ പോയല്ലോ, എന്റെ വീട്ടിൽ ഞാൻ ചൊല്ലിവരുന്ന മൗലിദ് കിതാബില് ഭീമമായ ഒരു തെറ്റ് മുജാഹിദ് പ്രസ്ഥാനം തിരൂരങ്ങാടി CH പോലത്തെ പ്രസ്സുകളിൽ നിന്നാലോ സബീനയും മൗലിദൊക്കെയും അച്ചടിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്റെ വീട്ടിലുള്ള മൗലിദിന്റെ കിതാബിൽ ഒരു ഭീമമായ അബദ്ധം ഇവിടത്തെ മുജാഹിദ് പ്രസ്ഥാനം കടത്തിക്കൂട്ടിയിട്ടുണ്ട്. ചിലപ്പം യാദൃശികമായി നിങ്ങളുടെ നാടുകളിൽ വന്ന് ഒരു വഹാബി അല്ലെങ്കിൽ ഒരു ജമാഅത്തുകാരൻ പ്രസംഗിക്കുമ്പോ നിങ്ങളെ വീട്ടിലുള്ള മൗലിദ് കിതാബിലൊന്ന് നോക്കി, ഞങ്ങൾ ഈ പറഞ്ഞ മാതിരിയല്ലേ ഇതൊക്കെയല്ലേ നിങ്ങൾ ചെല്ലുവരുന്നത് എന്നൊരു വഹാബി മൗലവി പ്രസംഗിക്കുമ്പോ യാദൃശികമായി നമ്മുടെ വീട്ടിലെ വല്ല ചെറുപ്പക്കാരും സബീന നോക്കി, ഉമ്മ ആ മൗലവി പറഞ്ഞ മാതിരി തന്നെയാണ് നമ്മുടെ മൗലിദ് കിതാബിലുള്ളത്, നമ്മൾ ഈ അബദ്ധങ്ങളൊക്കെയാണല്ലോ ചെല്ലി നടക്കുന്നത് എന്ന് ചിലപ്പം സ്വാഭാവികമായും ചിന്തിച്ചേക്കാം. അപ്പൊ അതുകൊണ്ട് ഏതായാലും ഇത്രയും സമയം മഹാനായ അലവി സഖാഫി കൊളത്തൂർ അവറുകൾ മാല മൗലിദുകൾ മുജാഹിദും ജമാഅത്തെ ഇസ്ലാമിക്കാരും സാധാരണക്കാരെ തെറ്റുധരിപ്പിക്കപ്പെടുന്ന കുറെ വശങ്ങളാണ് പറഞ്ഞത്. കാരണം നമുക്കറിയാം, മുൻകാലത്ത് മഹാനായ പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദഹു യദവന്ന അലവി മൗലവിയാണ് ഞാൻ പ്രായമായ ഉസ്താദന്മാരൊക്കെയും പറയുന്നത് കേട്ടിട്ടുണ്ട്. അക്കാലഘട്ടത്തിലൊക്കെ മുഹിദ്ദീൻ മാല ഈ സംവാദങ്ങളും വാദപരിവാദങ്ങളും നടത്തിയപ്പോ മഹാനായ പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദഹു ആ മഹാനുഭാവൻ മുഹിദ്ദീൻ മാല അങ്ങോട്ട് വിശദീകരിച്ചു പറഞ്ഞപ്പോ അക്കാലഘട്ടത്തിലുള്ള വഹാബി പ്രസ്ഥാനത്തിന്റെ അപ്പൂപ്പൻ നേതാവായ യദവന്ന അലവി മൗലവി പറഞ്ഞത്രേ, അങ്ങനെയാണെങ്കിൽ മാലയ്ക്ക് മൊയിലേര് അല്ല മുസ്ലിയേര് അർത്ഥം വെച്ച മാതിരിയാണ് മാലയുടെ അർത്ഥമെങ്കിൽ എന്തില്ല, മാലയിൽ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് നമ്മെ വളരെയധികം തെറ്റുധരിപ്പിക്കുന്ന പലതും നമ്മുടെ മൗലിദ് കിതാബിലും നമ്മൾ ചെല്ലുവരുന്ന മാലകളിലും ഇവിടുത്തെ വഹാബികൾ കടത്തിക്കൂട്ടിയിട്ടുണ്ട് എന്ന് സാന്ദർഭികമായി ഉണർത്തി നമ്മളൊക്കെയും സാധാരണ മുൻകാലത്ത് ചൊല്ലി വന്നിരുന്ന, ഇപ്പോൾ നമ്മുടെ സമയക്കുറവും നമ്മുടെ ആധുനിക സൗകര്യങ്ങളൊക്കെയും കാരണം നഫീസത്ത് മാല ഇന്ന് പലവരും മറന്നുപോയ ഒരു അവസ്ഥയാണ്. കാരണം മുഹിദ്ദീൻ മാല പിന്നെയും മുഹിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആണ്ടുനൂർച്ചകളൊക്കെ നടക്കുമ്പോ പല സ്ഥലങ്ങളിലും ചൊല്ലിവരുന്നുണ്ട്. ഒരു കാലഘട്ടത്തിൽ പ്രസവവേദന അനുഭവപ്പെടുന്ന സഹോദരിമാരുടെ അടുക്കൽ വെച്ച് മുഹിദ്ദീൻ മാല അല്ല നഫീസത്ത് മാല ആ സഹോദരി ചെല്ലുക, ഒപ്പമുള്ളവർ ചെല്ലുക, സുഖമായി പ്രസവിച്ചിരുന്നു. അതങ്ങനെ ചെല്ലുന്നതിന് തെളിവുണ്ടോ? അതിലേക്കല്ല ഞാൻ കടക്കുന്നത്. പക്ഷെ ഇന്ന് പറ്റാകുന്ന വസാത്തികളൊന്നും നാടുകളിൽ ഇല്ലാതെയായപ്പോ നമുക്ക് ചിലപ്പം സൗകര്യം ഒന്നുകൂടി ഹോസ്പിറ്റലായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. ഇന്നത്തെ ഹോസ്പിറ്റലുകളിലൊന്നും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെല്ലാൻ നമുക്ക് സൗകര്യം ലഭിക്കാറുമില്ല. എങ്കിലും കാണാതറിയുന്ന പല സഹോദരിമാരും ലേബർ റൂമിലൊക്കെ വെച്ച് ചെല്ലുന്നവരുണ്ട്. ഞാൻ പറയുന്നത് പല തിരുമരികളും വെച്ച് പല കടത്തിക്കൂത്തലുകളും വെച്ച് ചില അക്ഷരങ്ങൾ പിഴപ്പിച്ച് നമ്മൾ ചൊല്ലിവരുന്ന മാലകളില് നമ്മൾ ചൊല്ലിവരുന്ന മൗലിദുകളില് അബദ്ധങ്ങളുണ്ട് എന്ന് വരുത്തി തീർക്കുകയാണ്. അതിന്റെ ഒരു ഭാഗമാണ് നഫീസത്ത് മാലയിൽ കാണാം, ചൊല്ലുവാൻ സനത്തിനാൽ 100 ചേതർ 10 ജബതന്നിൽ ഫക്കായ മക്ക ദിക്കതിൽ ഊതിറ്റ്
എല്ലാരും എന്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ സഹോദര സഹോദരിമാരും വീടുകളിലായി ഉള്ളവർ, ഗൾഫില് ഉള്ളവരുടെ റൂമിൽ ഇപ്പൊ മൗലിദിന്റെ കിതാബ് ഉണ്ടെങ്കിൽ ഒന്ന് എടുത്തു നോക്കണം. നഫീസത്ത് മാല എടുത്തു നോക്കിയാൽ മഹദിയായ നഫീസത്ത് ബീവി റളിയല്ലാഹു തആല അൻഹ ജനിച്ച കൊല്ലവും വഫാത്തായ കൊല്ലവും മാലയിൽ വിശദീകരിക്കുന്നുണ്ട്. അതിൽ ജനിച്ച കൊല്ലം പറയുന്നത് എന്താ? ചൊല്ലുവാൻ സനത്തിനാൽ 110 ജബദന്നിൽ ഫക്കായ മക്ക ദിക്കതിൽ ഊദിത്തെ. നല്ല ശ്രദ്ധിക്കണട്ടോ. എന്നിട്ടെന്താ? യഥാർത്ഥത്തിൽ മഹദിയായ നഫീസത്തും ബീവി ജനിച്ചതെന്ന ചൊല്ലുവാൻ സനത്തിനാൽ പറയുന്നു കൊല്ലത്തിനാൽ, കൊല്ലം 1, ചതർ 10 100, ജബ തന്നിൽ ജദർ 10 40, ജബ 5. അപ്പൊ 145 മഹദിയായ ബീവി ജനിച്ചത്. എല്ലാം ശ്രദ്ധിക്കണം. ചൊല്ലുവാൻ സനത്തിനാൽ 110 ജബദന്നിൽ ഫക്കായ മക്ക ദിക്കതിൽ ഊദിത്തെ. 145 ബീവി ജനിച്ചു. ഇതാണ് അതിന്റെ ശരിയായ വശം. പക്ഷെ ഇവിടെ മുജാഹിദും വഹാബികളും ജമാഅത്തെ ഇസ്ലാമിയും കാട്ടിക്കൂട്ടിയ വലിയ ഒരു തിരുമറി അറിയ നിങ്ങൾക്ക്. ഇന്നും നിങ്ങളുടെ വീടുകളിലുള്ള സബീനെടുത്ത് പരിശോധിച്ചാൽ അവിടെയുള്ളത് എങ്ങനെയാണെന്നറിയുമോ? ചൊല്ലുവാൻ സനത്തിനാൽ 110 ജബദനിൽ ഫക്കായ മക്ക ദിക്കതിൽ ഊദീത്തെ. അവരെന്ത് ചെയ്തു എന്നറിയോ? ചൊല്ലുവാൻ സനത്തിനാൽ, സനത്ത് 4 സനത്ത് എന്നതിലത്തെ താഇനിക്ക് സുക്കൂനല്ല, പിന്നെ എന്താണ്? കസറാണ്. സനത്തിനാൽ കൊല്ലത്തിനാൽ, തേനിനാൽ, പാലിനാൽ എന്ന് പറഞ്ഞതുപോലെ സനത്തിനാൽ കൊല്ലത്തിനാൽ എന്നാണ്. അവരെന്താക്കി മാറ്റി നമ്മുടെ സബീനയില്? സനത്ത് 4. സനത്ത് വർഷം, കൊല്ലം 4. അപ്പൊ സനത്ത് 4 കൊല്ലം 4 അല്ലെ? കൊല്ലം 4 ചതർ 10 ജബദന്നിൽ. അപ്പൊ എന്തായി? കൊല്ലം 445 ബീവി ജനിച്ചു എന്നായി അർത്ഥം. സനത്ത് 4 എന്ന് വായിക്കുമ്പോൾ കൊല്ലം 4 എന്ന് വെക്കുമ്പോ ഹിജ്റ 445 എന്ത് ചെയ്തു? ബീവി ജനിച്ചു എന്ന് പറഞ്ഞിട്ട് മഹദിയായ ബീവി വഫാത്തായ വർഷവും അതേ മാലയിൽ പറയുന്നുണ്ട്. ഫൊന്നിവർ മൗത്ത് ഹിജ്റ 200 മാത്തെ ഫൂരിദ റമളാനിൽ ജുമുഅ യാവദിൽ തിത്ത്. അതായത് മഹദിയായ നഫീസത്ത് ബീവി വഫാത്തായത് ഹിജ്റ 2ാം വർഷത്തില. ഹിജ്റ 200 മാത്തെ, ഹിജ്റ 200-ലാണ്. 200. അപ്പൊ ഇവരെന്താണ് സാധാരണക്കാരനോട് പറയുന്നത്? കണ്ടോ സുന്നികളെ, നിങ്ങളുടെ നഫീസത്തുമാലയില് ബീവി ജനിച്ചത് 445 വഫാത്തായത് ഹിജ്റ 200. അപ്പൊ ആദ്യം ജനിച്ചിട്ടാണോ മരിച്ചിട്ടാണോ നിങ്ങളുടെ ബീവി ജനിച്ചത്? ഇമ്മാതിരി പോയത്തല്ലേ നിങ്ങളുടെ നഫീസത്തുമാലയിലുള്ളത്? നമ്മൾ പാവപ്പെട്ട സുന്നികള് മൗലിദിന്റെ കിതാബ് എടുത്ത് നോക്കുമ്പോ സംഗതി ശരിയാണല്ലോ. സംഗതി ശരിയാണല്ലോ. വഹാബി മൗലവി പറഞ്ഞ മാതിരി, മുജാഹിദ് മൗലവി പറഞ്ഞ മാതിരി ചൊല്ലുവാൻ സനത്തിനാൽ 110 എന്ന് തന്നെയാണ്. അപ്പൊ ബീവി ജനിച്ചിട്ടല്ല, വഫാത്തായതിനു ശേഷമാണ് ജനിച്ചത് എന്നാണ് മാലയിൽ പറയുന്നത്. ഇമ്മാതിരി അബദ്ധം എന്തൊക്കെ ഈ മാലയിൽ ഉണ്ടാകും എന്ന് ഞാനൊരു ചെറിയ ഉദാഹരണം. ആരും അറിയാതെ കക്കുകയാണ് മുജാഹിദ് മൗലവിമാർ. എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാര്, ഈ ഒരു വിഷയം ശ്രദ്ധിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവനവന്റെ വീട്ടിലുള്ള മൗലിദിന്റെ കിതാബെടുത്ത് ഇന്ന് മഗ്രിബി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് നമ്മുടെ മൗലിദിന്റെ കിതാബിൽ നിന്ന് നഫീസത്തുമാലയിൽ ഇവിടത്തെ വഹാബി പ്രസ്സില് തിരുമലി വെച്ച് കടത്തിക്കൂട്ടിയത് അതൊരു സ്ഥലത്ത് പറഞ്ഞപ്പോ ഒരു മൗലവി പറഞ്ഞു, ഞാന് അത് പറയുമ്പോ ആരും തെറ്റിദ്ധരിക്കരുത്, അതിപ്പോ ഒരു സുക്കൂനല്ലേ, അതിപ്പോ ഒരു സുക്കൂനല്ലേ, ഒരു പറഞ്ഞ കാര്യമില്ല. സുക്കൂനും ഫത്തോക്കും പേച്ച അർത്ഥം എന്തുമാതിരി പേക്കുച്ചിട്ട. ഇത് ഓൺലൈനിലാണ്, പലവരും കേൾക്കുന്നുണ്ട്, എന്നാലും സാധാരണക്കാർക്ക് തിരിയാനാ. അതൊരു സുക്കൂനല്ലേ, അതൊരു ഫത്തഹല്ലേ എന്ന് പറഞ്ഞ കാര്യമില്ല.
കാരണം ഫത്തഹും സുക്കൂനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ബേച്ചാൽ അർത്ഥാകെ ബേക്കും. ഇപ്പൊ നിങ്ങൾക്കറിയോ ഫറജ്, ആരൊന്നും തെറ്റിദ്ധരിക്കരുത്, സാധാരണക്കാർക്ക് വിഷയം തിരിയാനാണ്. ഫറജ് എന്താ അതിന്റെ അർത്ഥം? തുറവതിയാക്കുകയാണ്. ജീമ്, ഫാഇനിക്ക് ഫത്തഹ്, റാഇനിക്കും ഫത്തഹ് അല്ലെ? അപ്പൊ തുറവതിയാക്കുക എന്നാണ് അർത്ഥം. അതൊരു സുക്കൂനല്ലേ എന്നും പറഞ്ഞിട്ട് ഫാഇന്റെ ശേഷമുള്ള റാഇനിക്ക് സുക്കൂനായാലോ ആകെ അർത്ഥം മാറിയില്ലേ, സ്ഥലം മാറിയില്ലേ, സെയ്ദ് മാറിയില്ലേ? അപ്പൊ ഞാൻ പറയുന്നത് അത് സുക്കൂനല്ലേ. എന്താ പോയി സുക്കൂന് വായിച്ച ഒരു സുക്കൂനുള്ളോത്ത് ഗസറായപ്പോ എന്താ കുഴപ്പം? ഗസറുള്ളോത്ത് സുക്കൂനായ എന്താ കുഴപ്പം? ഇത് പറയാൻ എളുപ്പമാണ്. പക്ഷേ അറബി മലയാളത്തിലായാലും അറബി ഭാഷയിലായാലും സുക്കൂനും ഫത്തഹും ബേക്കുമ്പോ ഒരുപാട് അർത്ഥത്തിൽ വ്യത്യാസം വരും. ഞാൻ നമ്മുടെ മൗലിദികളെ സംബന്ധിച്ചുള്ള ഒരു ക്ലാസ്, നല്ലൊരു വിഷയാവതരണം, നമുക്കെല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന ചോദ്യകർത്താവിന്റെ പൊട്ടത്തരങ്ങള് ലോകം മുഴുവൻ കാണുകയാണ് അല്ലേ? അങ്ങനത്തെ ഒരു രസം ഉണ്ടായത്. നമ്മളിത് ലൈവായതുകൊണ്ട് കേരളത്തിലെ വഹാബി മൗലവിമാരുടെ അല്ലെങ്കിൽ വഹാബി മൗലവിമാര് പഠിപ്പിച്ചു കൊടുക്കുന്ന ആശയത്തിന്റെ പൊട്ടത്തരം ലോകം മുഴുവൻ മനസ്സിലാക്കി. ഇമ്മാതിരി പൊട്ടത്തരാണ് അലവി സക്കാഫി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇടക്കിടക്ക് ആരൊക്കെയോ ഫോൺ ചെയ്യുന്നുണ്ട്, ഇഞ്ഞെന്താ ചോദിക്കണ്ടെന്ന്. അലവി സക്കാഫി ഉസ്താദ് പറഞ്ഞ് അപ്പൊ ഏതോ മൗലവി പറഞ്ഞു നോക്ക ഇന്നത് ചോദിച്ചോന്ന്. അപ്പൊ അലവി സക്കാഫി പറഞ്ഞത് എനിക്ക് ആ ഉത്തരം പറഞ്ഞു തരുന്നതും പൊട്ടത്തരം ലോകം മുഴുവൻ മറിയുകയാണ്. ഏതായിരുന്നാലും ഇങ്ങനെ സുന്നത്ത് ജമാഅത്തിന്റെ മൗലിദിന്റെ കിതാബിലും മാലകളിലൊക്കെയും തിരുമലി വെച്ച് നമ്മെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ വിഭാഗത്തിന്റെ ഷർറിനത്വത്ത് തടുക്കാൻ അല്ലാഹു തആല നമുക്കെല്ലാവർക്കും ഇതുപോലത്തെ ക്ലാസുകൾ ഉപകരിക്കണം. ഞാൻ എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരോടൊക്കെയും പറയുന്നു. കാരണം ഇത്തരം ക്ലാസുകളൊക്കെ കേൾക്കുമ്പോ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് നല്ല നിലയിൽ ചിലതൊക്കെ എഴുതി വെച്ച് നമ്മുടെ റൂമിൽ, നമ്മളൊക്കെ പലവരും ഗൾഫിലാണ്, ഗൾഫിലൊക്കെയും വഹാബി മൗലവിമാരും മുജാഹിദും ജമാഅത്തെ ഇസ്ലാമിക്കും പ്രവർത്തകര് അവർ ചിലപ്പോൾ നമ്മുടെ റൂമിൽ നമ്മുടെ ഒപ്പം താമസിക്കുന്നവരായിരിക്കും. അവർക്കൊന്നും ഈ വിഷയത്തിന്റെ സത്യങ്ങൾ അറിയാത്തതിന്റെ പേരിൽ അവരേതെങ്കിലും പിഴച്ച ആശയങ്ങളിലായിരിക്കും. അല്ലെങ്കിൽ അവർ നമ്മെ ഇങ്ങനെ സംശയത്തിലാക്കുമ്പോ നമുക്കും തോന്നും ഇയാള് പറഞ്ഞത് ശരിയാലോ, ഞാൻ ഈ പോയത്തത്തിന്റെ പിന്നാലെ എന്നല്ലോ പോകുന്നത്, ഞാൻ ഈ ബീവി ജനിച്ചു, ബീവി മരിച്ചതിന്റെ ശേഷം ജനിച്ചു എന്ന് പറഞ്ഞ മാലി ചൊല്ലിയിട്ടാലോ ഞാൻ നടക്കുന്നത് എന്നൊക്കെയും സ്വാഭാവികമായി നമുക്കും തോന്നിയേക്കാം. അതുകൊണ്ട് അല്ലാഹു തആല നമ്മുടെ ക്ലാസ് റൂമിലൂടെ ഇത്തരം ലൈവായ പരിപാടികളിലൂടെ ആദർശം ഭരിക്കാനും മറ്റുള്ള നമ്മുടെ മക്കൾക്ക് നമ്മുടെ മക്കളൊക്കെയും പല വിദ്യാഭ്യാസത്തിനു വേണ്ടി പല സ്ഥലങ്ങളിലും ഹോസ്റ്റലിൽ താമസിക്കുന്നവരാണ്. ചിലപ്പം അവരോടൊപ്പം താമസിക്കുന്ന പല ചെറുപ്പക്കാരായ വിദ്യാർത്ഥികളും പല പുത്തനാശയക്കാരുമായിരിക്കും. വിദ്യാഭ്യാസത്തിനു വേണ്ടി നമ്മളെ മക്കളെ പറഞ്ഞേക്കും. അവര് ചിലപ്പം ഒരു കൊല്ലം കഴിഞ്ഞ് വരുമ്പോഴേക്ക് നമ്മുടെ ആശയത്തിൽ നിന്നും മാറിയത് ചിലപ്പോൾ നമ്മൾ അറിയാതെ പോകും. പിന്നെ വാപ്പ മരിക്കുമ്പോഴാണ് മകന്റെ ആശയം വലുവാകുന്നത്. നമ്മൾ അവനെ എഞ്ചിനീയറിംഗിന് വേണ്ടി പറഞ്ഞയച്ചതാ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സിവിലിന് വേണ്ടി പഠിക്കാൻ പറഞ്ഞയച്ചതാ ബാംഗ്ലൂരിലേക്ക്, തമിഴ്നാട്ടിലേക്ക്. പക്ഷെ അവൻ താമസിക്കുന്ന റൂമില് വഹാബി ആശയക്കാരുണ്ടായിരുന്നു. അവനങ്ങനെ തിരിപ്പിച്ച് നമ്മുടെ മകന്റെ ആശയം മാറ്റിയെടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മളത് അറിയില്ല. പിന്നെ വീട്ടിൽ വാപ്പ മരിക്കുമ്പോ ഉമ്മ മരിക്കുമ്പോഴാണ് അവന്റെ ആശയം പുറത്തേക്ക് വരുന്നത്. എന്ത് വരുന്നത്? ഇവരെ മൗലിദ് ഓതാൻ പാടില്ല, അല്ലെങ്കിൽ ഇവരെ ചീരിഞ്ഞു കൊണ്ടുവരാൻ പാടില്ല. എത്രയോ സ്ഥലങ്ങളിലുണ്ട്. വീട്ടുകാരെന്നെ എന്റെ മകൻ ഇങ്ങനത്തെ ആശയക്കാരനായിരുന്നോ എന്ന്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരോടൊക്കെ പറയുന്നു, നമ്മൾ സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങളും നമ്മുടെ മാല മൗലിദ് പോലത്തെ വിഷയങ്ങളിലൊക്കെ ദിക്ക് എല്ലാവർക്കും മനസ്സിലാക്കിയെടുക്കാൻ പറ്റാവുന്ന രൂപത്തിലുള്ള നല്ലൊരു ചോദ്യോത്തര വേദിയായിരുന്നു നമ്മൾ ഇതുവരെ കേട്ടത്. അപ്പൊ അങ്ങനത്തെ ക്ലാസ്സുകളിലൊക്കെയും അത് മനസ്സിലാക്കി വ്യക്തമായി മനസ്സിലാക്കണം. അല്ലാഹു തആല തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരോടൊക്കെയും പറയുന്നത്, ഖിയാമത്ത് നാളിന്റെ ഒരു അടയാളം ഞാൻ ഒന്ന് പറയട്ടെ. ഖിയാമത്ത് നാളിന് ഒരുപാട് അടയാളങ്ങളുണ്ട്. ഈ അടയാളങ്ങളിൽപ്പെട്ട ഒരു അടയാളം എന്താണെന്നറിയോ? സുന്നത്ത് ജനങ്ങളുടെ കൽബിൽ ഉറക്കാൻ പണിയായിരിക്കുന്നതാണ്. ബിദ്അത്തുകാർ എന്തു പറഞ്ഞാലും അത് ശരിയാണല്ലോ പെട്ടെന്ന് തോന്നിപ്പോവുക. ഒരു സാധാരണക്കാരെന്നത്തെ അവസ്ഥയാണ്. സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങള് ആയത്തും ഹദീസും മഹാന്മാരുടെ കിതാബിന്റെ ഇബാറത്തുകളൊക്കെയും വിശദീകരിക്കുമ്പോ ഒരു വഹാബി മൗലവി വന്ന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞ അത് ശരിയാണ്. അത് നോക്കി, അത് ഖിയാമത്ത് നാളിന്റെ ഒരു അടയാള.
അതായത് ബിദ്അത്ത് ഖൽബിൽ പെട്ടെന്ന് ഉറക്കുക, സുന്നത്ത് ഖൽബിൽ ഉറക്കാൻ പ്രയാസപ്പെടുക. അതുകൊണ്ട് എന്തെങ്കിലൊക്കെ ചോദിക്കുമ്പോഴേക്ക് അത് ശരിയാണല്ലോ. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. ഇന്ന് വലിയൊരു ചർച്ചയാണ് വഹാബികൾ ഈ കുത്തുമ്മുൽ റാത്തീബ്. നിങ്ങൾ കേട്ടിട്ടില്ലേ കുത്തുമ്മുൽ റാത്തീബ്? പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിൽ കുത്തുമ്മുൽ റാത്തീബ്. അപ്പൊ വഹാബി മൗലവിയുടെ ചോദ്യം, അതെങ്ങനെ പറ്റുമോ? ശരീരത്തിൽ വെറുതെ കുത്തി മുറിയാക്കാൻ പറ്റുമോ? അപ്പൊ ഞമ്മക്കും തോന്നും അത് ശരിയല്ലേ. ഞമ്മക്ക് അപ്പ തോന്നി എന്ത് അത് ശരിയല്ലേ. അവനാന്റെ ശരീരത്തിലോ തുല്യ രക്തമുണ്ടാവാന് എത്ര മരുന്ന് കഴിക്കണം, എത്ര അധ്വാനിക്കണം. എന്നിട്ട് വരെ ഈ കുത്തുമുൽ റാത്തീബ് നടത്തിയിട്ട് വെറുതെ ശരീരം കേടെടുത്തല്ലേ. അത് ശരിയല്ലേ എന്ന് പെട്ടെന്നൊരു തോന്നല. എന്ത് ശരി? അത് ശരിയല്ല. കുത്തുമുൽ റാത്തീബാണ് ശരി. കാരണം എന്താ? ആദ്യമായിട്ട് കുത്തുമുൽ റാത്തീബ് നടത്തിയതാരാണ് നിങ്ങൾക്കറിയോ? അതായത് നമ്മളൊരു ആദർശപരമായ ഒരു ലൈവിന് ശേഷമല്ലോ ആദ്യമായിട്ട് കുത്തുമുൽ റാത്തീബ് നടത്തിയത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമാണ്. അല്ലേ? നിങ്ങൾക്ക് അറിയ സംഭവം? ഞാർക്കെങ്കിലും അത് തെളിവിൽ എതിരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എതിർക്കാൻ എനിക്കതിന് വിരോധമൊന്നുമില്ല. ആദ്യമായിട്ട് കുത്തുമുൽ റാത്തീബ് നടത്തിയത് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം. എന്റെ 4 പക്ഷികളെ കൊണ്ടാ ഇബ്രാഹിം നബി കുത്തുമുൽ റാത്തീബ് നടത്തിയത്. ചിന്ന ഭിന്നമാക്കി കഷ്ണാക്കി അത് മാറ്റിക്കളഞ്ഞു എന്നുള്ളതാണ്. അല്ലേ? നോക്കിങ്ങള്, അത് തെറ്റാണെങ്കിൽ ചെയ്യാൻ പറ്റൂ. ഏത് ജീവി, മനുഷ്യനാവട്ടെ മനുഷ്യരല്ലാത്ത ജീവികളാവട്ടെ, ഒരു ജീവിയെയും ആക്രമിക്കാൻ പാടില്ലല്ലോ. അപ്പൊ പലരും ചോദിക്കുന്ന ഒരു ചോദ്യം, അത് ജീവികളല്ലേ? ഒരു ജീവിനെയും കാരണം കൂടാതെ കൊല്ലാൻ പാടില്ല. കാരണം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ കാണാം, വളരെ വ്യക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ ഖത്തല, ആരെങ്കിലും കൊന്നാൽ, ഉസ്ഫൂറൻ, ഒരു പൈങ്ങാക്കിളിയെ കൊന്നാൽ, അബസൻ, വെറുതെ കൊന്നാൽ, അജ്ജ ഇലല്ലാഹ്, അല്ലാഹു തആലയിലേക്ക് ആ പൈങ്ങാക്കിളി എന്ത് ചെയ്യും? അത്തഹസിക്കും, വിളിച്ചു പറയും. യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ, യഖൂലു, ആ പക്ഷി പറയും, യാ റബ്ബി, എന്റെ രക്ഷിതാവേ, ഇന്ന ഫുലാനൻ, ഇന്നാലിന്ന മനുഷ്യൻ, ഖതലനി, എന്നെ അവൻ കൊന്നു, അബസൻ, വെറുതെ കൊന്നു, വലം യഖ്തുലുനി മൻഫഅതൻ, ഒരു ഉപകാരത്തിന് വേണ്ടിയിട്ടല്ല അവൻ എന്നെ കൊന്നത്. എന്തെങ്കിലും മനസ്സിലായി? പക്ഷികളാണെങ്കിലും കൊല്ലാൻ പാടില്ല. പക്ഷെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം 4 പക്ഷികളെ പിടിച്ച് അതിനകത്ത് കുത്തുമുൽ റാത്തീബ് അത് നടത്തിയിട്ടാകെ ചിന്ന ഭിന്നമാക്കി പ്രത്യേകമായ ഒരു ആവശ്യത്തിനാ. അതായത് മരിച്ചവരെ ജീവിപ്പിക്കാൻ അല്ലാഹു തആലക്ക് കഴിവുണ്ട് എന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ബോധ്യപ്പെടുത്തുക എന്നൊരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം നടത്തിയത്. അപ്പൊ ആവശ്യത്തിന് വേണ്ടി ശരീരം കുത്തിക്കീറാം, ഒരു കുഴപ്പമില്ല. അങ്ങനെ തന്നെ ഇതിന്റെ മസ്അല അങ്ങനെ തന്നെ ആവശ്യമുണ്ടെങ്കിൽ ആവാം. കാരണം ഇത് ആവശ്യത്തിനായതുകൊണ്ടാണല്ലോ. ഒരു പോയിന്റ് ഞാൻ പറയാം. അതായത് ഇന്ന് വരെ കുത്തുമുൽ റാത്തീബ് നടത്തുന്ന ഒരു വ്യക്തിയുടെ പേരിലും പോലീസ് കേസെടുത്തിട്ടില്ല. എന്തേ കാരണം? നിങ്ങൾ എവിടെങ്കിലും കുത്തുമുൽ റാത്തീബ് നടത്തിയുള്ള പേരിൽ പോലീസ് കേസ് വന്നത് നിങ്ങൾക്കറിയോ? നിങ്ങളിപ്പോ വെറുതെ നിങ്ങളെ പെരയിൽ നിങ്ങൾ അതൊരു കത്തിയെത്തുങ്ങ നിങ്ങളെ ഒന്നാണ് വരച്ചോക്കാനി, അല്ലെങ്കിൽ ഞരമ്പ് മുറിച്ചാൽ നോക്കിയോക്കാനി, അത് കേസാവും. എന്നാ കേരളത്തിൽ എത്രയോ സ്ഥലങ്ങളിൽ കുത്തുമുൽ റാത്തീബ് നടക്കുന്നുണ്ട്. ഇന്ന് വരെ ആ കുത്തുമുൽ റാത്തീബ് നടത്തുന്നവരുടെ പേരിൽ ഒരു കേസ് എടുത്തിട്ടില്ല. പോലീസിന് അറിയാം ഇതൊരു ആവശ്യത്തിനാ. ഔലിയാക്കന്മാരുടെ കറാമത്ത് വെളിവാക്കാനാണ് ഇവരിത് ചെയ്യുന്നത്. അല്ലാതെ ഇവർക്കിതൊരു അപകടം പറ്റാനല്ല. ഇവർ കൽപ്പിച്ചു കൂട്ടി ശരീരം നശിപ്പിക്കല്ല, രക്തം പാഴാക്കി കളയല്ല. അവരുടെ വിശ്വാസപ്രകാരം ഒരു ആശയം ലോകത്തിന് പഠിപ്പിക്കാനാണ് എന്ന് വിധത്തെ ഗവൺമെന്റിനും പോലീസിനും അറിയുന്നത് കൊണ്ടാണ് ഇവരെ കുത്തുമുൽ റാത്തീബ് നടത്തുന്നവരുടെ പേരിൽ കേസെടുക്കാത്തത്. നേരെ മറിച്ച് കുത്തുമുൽ റാത്തീബ് നടത്താൻ അധികാരമില്ലാത്തത് അറിയാത്ത ആൾക്കാർ കുറച്ച് കത്തിയൊക്കെ എത്തുങ്ങാണ്ട് ഒരു പെരയിൽ ഇങ്ങനെ കുത്താൻ ഒരുങ്ങിക്കൊണ്ടു പോലീസ് ജീപ്പ് അപ്പം വെത്ത് വരും. കുത്തുമുൽ റാത്തീബല്ല നടക്കുക, അതിനേക്കാളും വലിയ കുത്തുംപുരി നടക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു കുത്തുമുൽ റാത്തീബ് നടക്കുന്നിടത്തൊന്നും പോലീസ് വന്ന ഒരു പ്രശ്നം ഇല്ലല്ലോ. അപ്പൊ അതൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അവരൊക്കെയും ഫിഖഹിന്റെ ഗ്രന്ഥങ്ങളും മഹാനായ റിഫായി ശൈഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുരീദന്മാര് തീ കൊണ്ട് കളിക്കുന്നതും പാമ്പ് വിഴുങ്ങിയതും സിംഹത്തിന്റെ മുകളിൽ യാത്ര ചെയ്യുന്നതും അതുപോലെ തന്നെ മുരീദന്മാർ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിനെ സംബന്ധിച്ചെല്ലാം ഫിഖഹിന്റെ ഗ്രന്ഥങ്ങളും മറ്റു ഗ്രന്ഥങ്ങളൊക്കെയും വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് പോകല്ല.
പക്ഷെ അപ്പൊ ഞാൻ പറയുന്നത് എന്താ, ഒരു വഹാബി വന്നിട്ട് കണ്ടീലങ്ങൾ ഒരു മനുഷ്യന്മാര് വന്നിട്ട് ഈ ശരീരത്തിൽ ഇങ്ങനെ കുത്തുന്നു, എന്നിട്ട് കുറെ രക്തം കളയുന്നു, ഇതൊക്കെ എന്ത് നല്ല കാര്യമാണോ? അപ്പൊ സാധാരണക്കാർ ശരിയാലോ, ആവശ്യമില്ലാതെ ശരീരത്തിലെ രക്തം കളയാൻ പറ്റുമോ, ശരീരം കുത്തി കീറാൻ പറ്റുമോ? ഞാൻ പറയുന്നത് പെട്ടെന്ന് വഹാബികളുടെ ചോദ്യങ്ങൾ സാധാരണക്കാരന്റെ കൽബിലേക്കാൻ തുറക്കുകയാണ്. സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ ഉറക്കാൻ പ്രയാസപ്പെടുന്ന വരെ സമയമായിട്ടുണ്ട്. ഇതിന്റെ തെളിവ് പറയുന്നത് പലരും അയക്കുന്നുണ്ട്. വളരെ വ്യക്തമായി ഫിക്കിഹിന്റെ ഗ്രന്ഥങ്ങൾ, ബിറിയ പോലത്തെ ഫിക്കിഹിന്റെ ഗ്രന്ഥങ്ങൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഞാൻ ഇതിന്റെ ഒരു ഫിക്കിഹിയായ വശത്തിലേക്ക് ഞാൻ വരാം. ഒരാൾക്ക് ഒരു അപകടകരമായ കാര്യം ചെയ്താൽ രക്ഷപ്പെടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് ചെയ്യൽ ഹറാമില്ല എന്നാണ് അതിന്റെ മസല. ഒരുപാട് മസലകൾ കാണാം. ഞാൻ ഒന്ന് രണ്ടെണ്ണം ആദ്യം പറയാം, ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അഥവാ ഒരു കടല് ശോഭിക്കുന്ന സമയത്ത് കടലിങ്ങനെ തിരമാലകളെ കൊണ്ട് ആഞ്ഞടിക്കുകയാണ്. എന്താണ് അവിടെ മസല? ആ കടലിൽ ആ സമയത്ത് യാത്ര ചെയ്യൽ ഹറാമാണ്. ആർക്കൊഴിച്ച്? ആ സമയത്ത് ആ കടലിലൂടെ യാത്ര ചെയ്താൽ രക്ഷപ്പെടുമെന്ന പ്രതീക്ഷയുള്ളവർക്ക് യാത്ര ചെയ്യൽ ഹറാമില്ല. അവൻ നീന്തിയിട്ടോ മറ്റേതെങ്കിലും നിലക്ക് ആ തിരമാല ശക്തിയായി അടിക്കുന്ന സമയത്ത് രക്ഷപ്പെടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അവനിക്കത് ചെയ്യാം. അതുപോലെ തന്നെ ഫിക്കിഹിന്റെ ഗ്രന്ഥങ്ങൾ, തുഹിഫ പോലത്തെ എല്ലാ ഫിക്കിഹിന്റെ ഗ്രന്ഥങ്ങളും നോക്കിയാൽ കാണാം. ഇപ്പോ ശരീരത്തിന് കേടുവരുന്ന വസ്തുക്കൾ, മണ്ണ്, വിഷം കഴിക്കുക, അല്ലെങ്കിൽ മണ്ണ് തിന്നുക, അല്ലെങ്കിൽ കല്ല് തിന്നുക, അല്ലെങ്കിൽ കുപ്പിച്ചില്ല് വിഴുങ്ങുക, ഇതൊക്കെ ശരീരത്തിന് കേടുവരുന്നതാണെന്ന് ആർക്കെങ്കിലും സംശയമുണ്ടോ? അത് ഉപയോഗിക്കൽ, തിന്നൽ ഹറാമാണ്. പക്ഷേ അവനിക്കത് തിന്നാൽ കുഴപ്പമില്ല എന്ന് അവനിക്കുറപ്പുണ്ടെങ്കിൽ അവനിക്കത് തിന്നാം എന്നാണ് മസല. എന്നാണ് അതിന്റെ മസല. എന്നതുപോലെ എന്റെ കത്തി കൊണ്ട് മഹാന്മാരുടെ കറാമത്ത് മുൻനിർത്തി എന്റെ ശരീരത്തിൽ കുത്തിയാൽ രക്ഷപ്പെടുമെന്ന് ഇവനിക്കുറപ്പുണ്ടെങ്കിൽ കുത്താം. പക്ഷേ എന്തു വേണം? അവനവനിക്കതിന് രക്ഷപ്പെടുമെന്ന ഉറപ്പ് വേണം. അതുപോലെ തന്നെ അവിടെ ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ടത് എന്താ? ഔലിയാക്കന്മാരുടെ കറാമത്ത് വെളിവാക്കുക എന്ന പ്രത്യേകമായ ഒരു ആവശ്യം അതിന്റെ പിന്നിലുണ്ട്. അതുകൊണ്ടാണല്ലോ അങ്ങനത്തെ ആവശ്യമുള്ള സമയത്ത് മറ്റുള്ളവർക്ക് നിഷിദ്ധമായ, ഹറാമായ, പാടില്ലാത്ത കാര്യം അത് ചെയ്ത് കറാമത്ത് വെളിവാക്കാൻ, ഇസ്ലാമിന്റെ ഇസ്സത്ത് നിലനിർത്താൻ സാധിക്കുമെന്ന് കണ്ടാൽ അത് ചെയ്യും. അതിന്റെ ഉദാഹരണമാണ് ഖാലിദ് റളിയല്ലാഹു തആല അൻഹു വിഷം കുടിച്ചു. എന്താ മസ്അല? ഇപ്പൊ സാധുവായി എന്റെ കയ്യിൽ വന്നിട്ട് അബൂ റയ്യാനെ നിങ്ങൾ ഈ വിഷം ഒന്ന് കുടിച്ചാലിന്നാണ്, എനിക്കത് കുടിക്കൽ ഹറാമാണ്. എന്തേ കാരണം? അത് വിഷാണ്, അത് മനുഷ്യന്റെ ശരീരത്തിന് കേടാണ്, അത് കുടിച്ചാൽ രക്ഷപ്പെടുമെന്ന് എനിക്ക് ഉറപ്പില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ആ വിഷം കുടിക്കൽ ഹറാമാണ്, അല്ലെങ്കിൽ അതുപോലത്തവർക്ക് ആ വിഷം കുടിക്കൽ ഹറാമാണ്. നേരെ മറിച്ച് ഖാലിദ് റളിയല്ലാഹു തആല അൻഹു വിഷം കുടിച്ചു. ശത്രുക്കൾ വിഷം കുടിക്കാൻ പറഞ്ഞപ്പോ ബിസ്മി ചൊല്ലിയിട്ട് ഖാലിദ് റളിയല്ലാഹു തആല അൻഹു വിഷം കുടിക്കുകയാണ്. എന്തേ? ഹറാമാണോ? ഇല്ല, രക്ഷപ്പെടുന്ന ഉറപ്പാണ്. ഇനി നോക്കിങ്ങള് ആയുധപ്പയറ്റ്, ഈ കുത്തുമ്മുൽ എന്താണ്? ആയുധപ്പയറ്റ്. ഈ ആയുധപ്പയറ്റ് പറ്റുമോ ഇല്ലേ? ഫിഖിഹിന്റെ ഗ്രന്ഥങ്ങൾ വളരെ വ്യക്തമായി ചർച്ച ചെയ്യുന്നു. അതുപോലെ തന്നെ അതുപോലത്തെ അമ്പെയ്ത്തുകളൊക്കെയും രക്ഷപ്പെടുമെന്ന് നിപുണന്മാരായ വ്യക്തികൾക്ക്, എന്റെ ശരീരത്തിൽ ഞാൻ ആയുധം കൊണ്ട് കുത്തിയാൽ എനിക്ക് തകരാറുകളൊന്നും പറ്റുകയില്ല, അതാ മുറി ഉണങ്ങും, എനിക്കതിന്റെ പേരിൽ അപകടം പറ്റില്ല എന്നുറപ്പുണ്ടെങ്കിൽ, അവനിക്ക് ഏകദേശം ഒരു ലഞ്ഞുണ്ടെങ്കിൽ അവനിക്കതാവാം. അതുകൊണ്ടാണല്ലോ ഫിഖിന്റെ പല കിതാബും നോക്കുമ്പോൾ അത് മനസ്സിലാകും. അതായത് ചില കങ്കത്തികൾ നിങ്ങൾ കണ്ടിട്ടില്ല, ജാലവിദ്യകൾ, മേജിക്കുകൾ. അതായത് നല്ല ഒരു കമ്പി, ഈ ഉയരത്തില് വന്നല്ലാത്ത കമ്പി, നമ്മൾ ഈ വാർപ്പ് കമ്പിയുടെ മായിക്കുള്ള കമ്പിയൊക്കെ എന്ത് വെച്ചിങ്ങാതാണ് ചില അങ്ങാടികളിൽ പോയി നോക്കൊണ്ടു. ആ ചില ആളുകൾ ആ കമ്പിന്റെ മുകളിലൂടെ നടന്നു പോകും നിങ്ങൾ കണ്ടിട്ടില്ലേ? അവനിക്കത് നടക്കൽ ഹറാമില്ല എന്നാണ് മസല. ഞാൻ അബൂ റയ്യാൻ നടക്കലോ അത് ഹറാമാ. കമ്പിമ കേറിയതേ ഓർമ്മ ഉണ്ടാവും. പിന്നെ മെഡിക്കൽ കോളേജിലേക്കാലം ഞാൻ എന്താ മുമ്പ് ചങ്ങായിയാണ്, ഇന്റെ തെങ്ങുമ്പോത്ത് കയറിയ മെഡിക്കൽ കോളേജ് കാണാനാണ്, ഇന്റെ തെങ്ങിന്റെ മുകളിൽ കയറിയ മെഡിക്കൽ കോളേജ് കാണാനാണ്. അതെങ്ങനെയെന്ന് വെച്ച്
കാരണം ഇപ്പം തെങ്ങിന്റെ മേലെ കയറി ഇപ്പം വീണ് ബോധമില്ലാതായി, പിന്നെ കണ്ണോ നോക്കുമ്പോ മെഡിക്കൽ കോളേജിലാ. അപ്പൊ ഞമ്മളാ കമ്പിന്റെ മേലെ കയറിയ നേരെ മെഡിക്കൽ കോളേജിലേക്കാ പോവുക. നേരെ മരിച്ചോ അങ്ങനെ അത് നടന്നാൽ രക്ഷപ്പെടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ, നടന്നാൽ അവന്റെ അഭ്യാസം പഠിച്ച് ആ കമ്പിയിലൂടെ നടക്കാനുള്ള അഭ്യാസം പഠിച്ചവനാണെങ്കിൽ അവനെ സംബന്ധിച്ച് അത് നടക്കൽ ഹറാമല്ല. അപ്പൊ ഞാൻ പറയുന്നത്, ചിലവർക്ക് ഹറാമായത് മറ്റുള്ളവർക്ക് ഹറാമായിക്കോളണമെന്നില്ല. അതാണ് ഫിഖിന്റെ ഗ്രന്ഥങ്ങളുടെ വിധി. ആർക്കും എവിടെയും നോക്കിയാൽ കാണാം. അതിന്റെ ഒരു ഭാഗമായി മഹാന്മാരാകുന്ന റിഫായി ശൈഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുരീദന്മാർ ശദറാത്തുൽ റഹബ്, വഫയാത്തുൽ അയ്യാൻ പോലത്തെ താരീഖിന്റെ കിതാബുകളിലെല്ലാം മഹാനായ റിഫായി ശൈഖ് റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ചു പറയുന്നിടത്തൊക്കെയും കാണാം, മഹാനായ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുരീദന്മാർ പാമ്പിനെ വിഴുങ്ങുക. വളരെ വ്യക്തമായി വഫയാത്തുൽ അയ്യാൻ, ശദറാത്തുൽ റഹബ് പോലത്തെ എല്ലാ കിതാബിലും കാണാം. ഇഹ്യാ സുന്നയിലും മർകസ് സഖാഫത്ത് സുന്നിയിലെ കുത്തുബുഖാനയിലൊക്കെ ചെന്നാൽ എല്ലാവർക്കും ആ കിതാബ് കാണാം. മക്തബത്തു ഷാമിലുള്ളവർക്ക് ചിലപ്പം മരിച്ചു നോക്കിയാൽ ഇബാദത്ത് കിട്ടിയേക്കാം. അപ്പൊ എന്താ, നേരെ മറിച്ച് പാമ്പിനെ വിഴുങ്ങുന്നതിന്റെ വിധി എന്താ? പാമ്പിനെ വിഴുങ്ങുന്നതിന്റെ വിധി എന്താ? പക്ഷേ മഹാനായ മുഹിയുദ്ദീൻ റിഫായി ശൈഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കറാമത്ത് കൊണ്ട് അവർക്കൊന്നും സംഭവിക്കില്ല എന്നവർക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അവർ വിഴുങ്ങാറുണ്ട്. അതുപോലെ തന്നെ സിംഹത്തിന്റെ മുകളിൽ കയറി അവർ യാത്ര ചെയ്യാറുണ്ട്. തീയിലേക്ക് അവർ ചാടാറുണ്ട്. പക്ഷെ അത് എല്ലാവർക്കും പറ്റിക്കോന്നില്ല. എനിക്ക് ഈ ഷെയ്ഖുമായുള്ള അഭേദ്യമായ ബന്ധം കാരണം ഞാൻ മഹാനായ റിഫായി ശൈഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കറാമത്ത് കൊണ്ട് ഈ തീയിലേക്ക് ഞാൻ ചാടിയാൽ, അല്ലെങ്കിൽ ഈ വിഷപ്പാമ്പിനെ ഞാൻ വിഴുങ്ങിയാൽ, അല്ലെങ്കിൽ ഈ സിംഹത്തിന്റെ മുകളിൽ ഞാൻ യാത്ര ചെയ്താൽ എനിക്കൊന്നും പറ്റൂല. ഓനിക്കത് രക്ഷപ്പെടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അവനിക്കത് ചെയ്യാം. കാരണം ഔലിയാക്കന്മാരുടെ കറാമത്ത് സാധാരണക്കാരിലൂടെ വെളിവാവാം. അവിടെ എന്റെ ഉസ്താദന്മാർക്ക് വേണ്ടി ഞാൻ സാന്ദർഭികമായി അവരൊരു പോയിന്റ് പഠിപ്പിക്കുകയാണ്. കാരണം രണ്ട് അഭിപ്രായം കാണാം. ബിറിയ പോലത്തെ കിതാബുകളിലെല്ലാം ഈ കുത്തുമ്മുൽ റാത്തീബിനെ കുറിച്ച് പറഞ്ഞതിനു ശേഷം നല്ല ശ്രദ്ധിക്കണം. കുത്തുമ്മുൽ റാത്തീബ്, അതായത് റിഫായി ശൈഖിന്റെ മുരീദന്മാര്, ഔലിയാക്കന്മാരിലേക്കുള്ള ചേർന്ന് മുരീദന്മാര് ദബ്ബൂസ്, ദബ്ബൂസ് എന്ന് പറഞ്ഞാൽ ഈ കുത്താൻ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക ആയുധാണ്. ഈ ചിരിയിലേക്കും കാതുമക്കിന് കുത്തിയിട്ട് അവരിത് ഓത്ത തുളക്കും, നാവക്കിന് തുളച്ചുകൊണ്ട് കേറ്റും. അതിനാണ് എന്ത് പറയാ, ദബ്ബൂസ് എന്ന് പറയാ. ഇങ്ങനത്തെ ആയുധങ്ങൾ ഉപയോഗിക്കുന്നു മഹാന്മാരിലേക്ക് ചേർത്തിട്ട്. എന്നിട്ട് അവര് നല്ല ശർഈയായ നിലക്ക് ശരീഅത്തിനോട് യോജിച്ച് ജീവിക്കുന്നവരാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അവരിലെന്താവും, ഔലിയാക്കന്മാരുടെ കറാമത്ത് പോലോത്തത് ഇവർക്ക് വെളിവാകും. നേരെ മറിച്ച് ശരീഅത്തുമായി യാതൊരു ബന്ധവുമില്ലാതെ, നിസ്കാരമില്ല, നോമ്പുമില്ല, എല്ലാവിധ തമ്മാരിത്തരവും കാത്തുന്ന ആളുകളാണ്. അവരാണ് ഇങ്ങനെ റിഫായി ശൈഖിനെ വിളിച്ച് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ അത് കറാമത്തായി കൂട്ടാൻ പറ്റുകയില്ല എന്ന് ബിറിയ പോലത്തെ ഒരു കിതാബുകളിലൊക്കെയും നിങ്ങൾക്കൊരു ഇജ്മാ കാണാം. പക്ഷേ ഞാൻ വളരെ വ്യക്തമായി പറയുന്നു, ഫതാവൽ കുബ്ര, മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഗ്രന്ഥമായ ഫതാവൽ കുബ്രയിൽ വളരെ വ്യക്തമായി മറ്റൊരു കാര്യം അറിയിക്കുന്നുണ്ട്. അഥവാ വഖത്തൽഹറുൽ കറാമത്തു അലാ യദി ഫാസിഖിൻ ബൽ കാഫിരിൻ കസ്സാമിരി ഫഇന്നഹു വആ ഫറസ ജിബ്രീൽ ഹത്താ അഖദ മിൻ തുറാബി ഹാഫിരിഹാ വജഅലഹു ഫിൽ ഇജ്ലി ഫഖാറ എന്നൊരു ഇബാറത്ത് ഫതാവൽ കുബ്രയിൽ 4-ാം വാല്യം 352-ാമത്തെ പേജിൽ കാണാം. കാരണം ഇവിടെ ഒരു ഇഷ്കാല് വന്നേക്കാം. എന്താ ഇഷ്കാല്? ഉസ്താദെ, ഈ കുത്തുമ്മുൽ റാത്തീബ് നടത്തുന്നോലൊന്നും അങ്ങനെ നിക്കരിക്കുന്ന ടീമൊന്നുമല്ലല്ലോ, പിന്നെ എങ്ങനെ ഇപ്പൊ ഔലിയാക്കന്മാരെ കറാമത്ത് ഓലിലൂടെ വെളിവാവാം? അപ്പൊ ഞാൻ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്താ, അത് ചില ഉസ്താദന്മാര് തെറ്റിദ്ധരിക്കുന്ന ഒരു വിഷയമായതുകൊണ്ടാണ് ഞാനത് ഉണർത്തുന്നത്. ഇവിടെ ഫാസിഖീങ്ങളുടെ കയ്യിലൂടെ കറാമത്ത് വെളിവാകൂല എന്ന് പറഞ്ഞാൽ ഔലിയാക്കന്മാർക്കുണ്ടാകുന്ന അതേ കറാമത്ത് തമ്മാദികൾക്കുണ്ടാവൂല. പക്ഷെ എന്തുണ്ടാവാം,
ഔലിയാക്കന്മാരുടെ കറാമത്ത് ഫാസിക്കീങ്ങളുടെ കൈക്കായി വെളിവാവാം എന്നല്ല, അവിശ്വാസികളുടെ കയ്യിലൂടെയും വെളിവാവാം. അതിനു തെളിവും മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു ആ ഫതാവൽ കുബ്രയിൽ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കേണ്ടത്, ഒരു യഥാർത്ഥ മുഅ്മിനായ മനുഷ്യൻ 5 വഖ്ത് നിസ്കരിച്ച് നല്ല നിലയിൽ ജീവിക്കുന്ന ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരു വലിയിന്റെ മഖാമിലേക്ക് അദ്ദേഹം എത്തിയിട്ടില്ലെങ്കിലും ഔലിയാക്കന്മാർക്കുണ്ടാകുന്ന അതേ കറാമത്തുകൾ ഈ മുഅ്മിനായ മനുഷ്യനിൽ നിന്നുണ്ടാവാം. പക്ഷേ വിലായത്തിന്റെ മർത്തബയിലേക്ക് എത്താത്ത മുഅ്മിനായ മനുഷ്യനിൽ നിന്ന് അത്തരം അത്ഭുതങ്ങൾ ഉണ്ടാകുമ്പോ അതിനെ സംബന്ധിച്ച് കറാമത്ത് എന്ന് പറയില്ല, അതിനെ സംബന്ധിച്ച് പറയുക മഊനത്ത് എന്നാണ്. നമ്മുടെ ശറഹുൽ അഖായിദന്റെ ഹാഷ്യ, നിബ്റാസ് പോലത്തെ കിതാബുകളൊക്കെയും ആ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ നിസ്കരിക്കാത്ത അല്ലെങ്കിൽ ചിലപ്പം തമ്മാദികളായി ജീവിക്കുന്ന ഒരു വ്യക്തി റിഫായി ശൈഖ് റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ച് അതാ ഒരു ദബ്ബൂസ് എടുക്കുന്നു, തന്റെ നാവ് തുളക്കുന്നു, അതല്ലെങ്കിൽ തന്റെ ചെവി തുളക്കുന്നു. പക്ഷേ യാതൊന്നും അദ്ദേഹത്തിന് പറ്റുന്നില്ല. ഇവനാണെങ്കിലോ നിസ്കരിക്കാത്തവനാണ് എന്നല്ല, ചിലപ്പം ഇവൻ അവിശ്വാസിയാണ്, പക്ഷെ ഇവനിക്കൊന്നും പറ്റുന്നില്ല. അപ്പൊ അത് ജാലവിദ്യയല്ല. കാരണം ഇവൻ ഫാസിക്കാണ്, ഇവന് കറാമത്തുണ്ടാകില്ല. പക്ഷേ റിഫായി ശൈഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കറാമത്ത് ഇവനിലൂടെ അല്ലാഹു തആല വെളിവാക്കുകയാണ്. അതാണ് മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു വഖത്തൽഹറുൽ കറാമത്തു അലാ യദി ഫാസിഖിൻ ബൽ കാഫിരിൻ എന്ന് ഫതാവൽ കുബ്രയിൽ വിശദീകരിച്ചത്. കാരണം തമ്മാദികളുടെ കൈകളിലൂടെയും ഔലിയാക്കന്മാരുടെ കറാമത്ത് വെളിവാകും. പക്ഷെ തമ്മാദികൾക്ക് എന്തുണ്ടാകുകയില്ല, ഔലിയാക്കന്മാരുടെ കറാമത്ത് പോലത്തതുണ്ടാവുകയില്ല. നേരെ മറിച്ച് ശരീഅത്ത് ഉൾക്കൊണ്ട് യഥാർത്ഥ മുഅ്മിനീങ്ങളായി ജീവിക്കുകയും വിലായത്തിന്റെ മർത്തബയിലേക്ക് എത്താത്തവരുമായ വ്യക്തികളാണെങ്കിൽ അവരിൽ നിന്ന് അത്ഭുതങ്ങൾ നേരിട്ടുണ്ടാകും. പക്ഷേ വിലായത്തിന്റെ മർത്തബയിലേക്ക് എത്താത്തത് കൊണ്ട് അതിനെ സംബന്ധിച്ച് കറാമത്ത് എന്ന് പറയില്ല, അതിനെ സംബന്ധിച്ച് മഊനത്ത് എന്നാണ് പറയുക. ഈ ഒരു ഫർക്ക് നമ്മുടെ ഉസ്താദന്മാര്, സാധാരണക്കാരായ ഉസ്താദന്മാര് മനസ്സിലാക്കണം. അത് ഞാൻ സാധാരണക്കാർക്ക് വേണ്ടി പറഞ്ഞതല്ല. ഇവിടെ ഈ കുത്തുമുൽ റാത്തീബിനെ കുറിച്ച് പറയുമ്പോ അങ്ങനെ ഒരു ഇഷ്കാല് നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ സാധാരണക്കാരായ പണ്ഡിതന്മാർ ഇഷ്കാലാക്കാറുണ്ട്. അങ്ങനെ വല്ല ശ്രോതാക്കളും ഉണ്ടെങ്കിൽ അവർ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ ആകത്തുക പറഞ്ഞതെന്താണ്? കുത്തുമുൽ റാത്തീബ് നടത്തൽ കൊണ്ട് ആ വ്യക്തികൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. ഞാൻ ഒരു കത്തിയെടുത്ത് മഹാനായ റിഫായി ശൈഖ് റളിയല്ലാഹു തആല അൻഹുവിനെ മുൻനിർത്തി ഒരു ആയുധം കൊണ്ട് എന്റെ ശരീരത്തിൽ കുത്തിയാൽ അത് കാരണം എന്റെ ശരീരം പൊഴുത്ത് നാശാകുകയോ അതല്ലെങ്കിൽ വിണ്ട് നാശായി പോകുകയോ അത് കാരണം ഞാനൊരു രോഗിയായി തീരുകയോ എന്നൊന്നും അവർക്ക് അങ്ങനത്തെ ഒരു പ്രശ്നേ ഇല്ല. എനിക്ക് ആ കുത്തിയ ആ മുറി ഉണക്കാനും അതുപോലെ തന്നെ അത് ശൈഖിന്റെ കറാമത്ത് കൊണ്ട് അതിന്റെ ഒരു പ്രശ്നവും എന്റെ ശരീരത്തിൽ പറ്റുകയില്ല എന്നുറപ്പുണ്ടെങ്കിൽ അവർക്കത് ചെയ്യുന്നത് കൊണ്ട് വിരോധമില്ല. ഫിഖിന്റെ ഗ്രന്ഥങ്ങളൊക്കെയും പറയുന്നു, വിഷം കഴിക്കൽ ഹറാമാണ്, കുപ്പിച്ചില്ല് കഴിക്കൽ ഹറാമാണ്, മണ്ണ് തിന്നൽ ഹറാമാണ്, അതുപോലെ തന്നെ കല്ല് തിന്നൽ ഹറാമാണ്. ഇല്ലാ ലിമൻ, ഒരുത്തനിക്കൊഴികെ ലാ യളുഹു, അവനിക്കത് ബുദ്ധിമുട്ടാവുകയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വിഷം കഴിക്കാം, ഹറാമില്ല. ഇത് തന്നെയാണ് കുത്തുമുൽ റാത്തീബിനെ കുറിച്ച് പറയാനുള്ളത്. മഹാന്മാരാവുന്ന ഔലിയാക്കന്മാരെ മുൻനിർത്തി ഞാനിത് ചെയ്താൽ രക്ഷപ്പെടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അവർക്കത് ചെയ്യാം എന്ന് ബിറിയ പോലത്തെ ഫിഖിന്റെ ഗ്രന്ഥങ്ങളും മറ്റു നമ്മുടെ മുസാബക്കന്റെ ബാബ്, അതായത് ആയുധപ്പയച്ചക്കിൻ ആർക്ക് നടത്താൻ പറ്റും ആർക്ക് നടത്താൻ പാടില്ല എന്നുള്ള ചർച്ചകൾ ചെയ്യുന്ന ഭാഗത്ത് നമ്മുടെ ഫിഖിന്റെ ഗ്രന്ഥങ്ങളിൽ മുസാബക്ക, കിതാബുൽ മുസാബക്ക എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്.
ഞാൻ നമ്മൾ അങ്ങനത്തൊക്കെ ശ്രദ്ധിക്കാത്ത വലിച്ച് സാധാരണക്കാരായ ഉസ്താദന്മാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഈ കിതാബുൽ മുസാബക്കയൊക്കെയും നോക്കിയാൽ ആയുധപ്പയറ്റ് ഉപയോഗിക്കുന്നതിന്റെ മസ്അലകളൊക്കെയും പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഞാനത് പറയാനുള്ള അതിന്റെ എല്ലാ തെളിവുകളും മുമ്പിൽ വെച്ച് ഞാൻ ക്ലാസ് റൂമിലേക്ക് കയറിയതല്ല. നമ്മുടെ ലൈവിന് ശേഷം മാല മൗലിദുകളിൽ വഹാബി ജമാഅത്തെ ഇസ്ലാമിക്കാര് നമ്മെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വിഷയത്തിലുള്ള ലൈവിന് ശേഷം മൈക്ക് എടുത്തപ്പോ നമ്മുടെ വീടുകളിലുള്ള നഫീസത്ത് മാലയിൽ ഒരു തെറ്റ് കടന്നു കൂടിയിട്ടുണ്ട്, പല സാധാരണക്കാരോട് അറിയാതെ പോയിട്ടുണ്ട്. ആ നിലക്ക് അത് പറയാൻ എടുത്തതാണ്. പക്ഷെ അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ബിദ്അത്തിന്റെ അഹ്ലുകാര് നമ്മെ തെറ്റിദ്ധരിപ്പിക്കുന്നത് പെട്ടെന്ന് സാധാരണക്കാരുടെ കൽബിൽ ഉറക്കുക. വഹാബി മൗലവിമാരുടെ ചോദ്യം ചോദിക്കുമ്പോ അത് ശരിയാണ്, എന്താ കുഴപ്പം എന്ന്. നേരെ മറിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളുടെ ആശയം കൽബിൽ ഉറക്കുന്നില്ല. അത് ഖിയാമത്ത് നാളിന്റെ അടയാളമായി പണ്ഡിതന്മാർ എണ്ണീറ്റുണ്ട്. ബിദ്അത്ത് പെട്ടെന്ന് ഉറക്കുകയും സുന്നത്ത് പെട്ടെന്ന് ഉറക്കാതിരിക്കുകയും ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഞാൻ കൂടുതൽ പറയുന്നില്ല, ബാങ്കിന്റെ സമയമായിട്ടുണ്ട്. അതേ രൂപത്തിലൊരു ചോദ്യമാണ് ഇന്ന് രാവിലെ നമ്മളെ ഫിഖ്ഹിന്റെ ക്ലാസ് കഴിഞ്ഞപ്പോ നമ്മുടെ മെഹബൂബ് അലി എന്ന ഐഡിയയിലെ ലത്തീഫ് ഹാജി ചോദിച്ചത്, പെണ്ണുങ്ങൾക്ക് മയ്യത്ത് നിസ്കാരം എന്താ നിങ്ങൾ കേൾക്കുമ്പോ എല്ലാവർക്കും എന്താണ് മകള് വാപ്പാക്ക് മയ്യത്ത് കഴിച്ച, ഭാര്യ ഭർത്താവിന് മയ്യത്ത് കഴിച്ചപ്പോ എന്താ കുഴപ്പം? ഒരു മയ്യത്തുക്കാരല്ലേ, വാപ്പാക്ക് വേണ്ടി ദ്വാരിക്കല്ലേ, നമുക്കും തോന്നാല്ലേ, എന്താ കുഴപ്പം? പമ്മക്കളും ഭാര്യയും എന്താണ് ഈ മയ്യത്തിന്റെ ഇളയമാരും മൂത്തന്മാരും എല്ലാരും പാടെ കൂടിയിട്ടൊരു മയ്യത്തുക്കാരല്ലേ. മയ്യത്തുക്കാരെന്നാണ് ആ മയ്യത്തിന് ദുആല്ലേ. ഈ ഭാര്യയും അതേമാതിരിക്ക് തന്നെ ഈ പെങ്ങന്മാരും ഇളയന്മാരും അല്ലാഹുമ്മ ഗഫിർ ലഹു എന്ന് പറയുന്ന അത്ര ഒരു സങ്കടം പള്ളിക്കത്ത മൊയ്യർക്ക് ഉണ്ടാവുമോ? ചോദ്യം കേട്ടപ്പോ എന്താ ശരിയല്ലേ, എന്താ പെണ്ണുങ്ങൾക്ക് മയ്യത്ത് കഴിച്ച ആ മരിച്ച മയ്യത്തിന്റെ ഭാര്യയും പെങ്ങന്മാരും ഇളയന്മാരും മൂത്തന്മാരും കൂടിയിട്ടൊരു മയ്യത്ത് കഴിച്ച ഒരു കൂലിത്തിന് കാര്യല്ലേ, എന്താ തച്ച കേൾക്കുമ്പോ നമ്മക്ക് വന്നു ശരിയാ. ഞാൻ പൈലേക്ക് അടക്കല്ലോ. അപ്പൊ അതിന്റെ ഒരു വിഷയമാണ് നമ്മൾ ഖിയാമത്ത് നാളിന്റെ ഒരു ഭാഗ. തെറ്റായത് എന്ത് കേൾക്കുമ്പോഴും പെട്ടെന്ന് ശരിയാണ് എന്നൊരു തോന്നല്, സത്യം കേൾക്കുമ്പോ അത് ശരിയാണെന്ന് തോന്നാതിരിക്കല്. ഇൻഷാ അല്ലാഹ് ഈ ലൈവിന് ശേഷം എന്താ ലൈവ് വന്നോ ഇല്ലല്ലേ? ഇൻഷാ അല്ലാഹ് ഞാൻ ഏതായാലും ബാങ്ക് കൊടുക്കാൻ, ഞാൻ അതിനൊന്നും പറയാൻ വേണ്ടി മൈക്ക് എടുത്തതല്ല. ആരും ലൈവ് കഴിഞ്ഞപ്പോ മൈക്ക് എടുക്കുന്നത് കണ്ടില്ല. അപ്പൊ വെറും പാത്ത് വെച്ച് നേരം കളയണ്ട എന്ന് വിചാരിച്ച് മൈക്ക് എടുത്തതാണ്. ഏതായിരുന്നാലും എന്റെ പ്രിയപ്പെട്ട KMICയുടെ മുഴുവൻ ശ്രോതാക്കളോടും എന്തെങ്കിലൊക്കെ അത് ശരിയല്ലേ, എന്താ പൈന് കുഴപ്പം എന്ന് കേൾക്കുമ്പോഴേക്ക് നമ്മുടെ മനസ്സിൽ അതൊന്ന് ഉറക്കുക. അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണെന്ന് മനസ്സിലാക്കി നിങ്ങൾക്കുള്ള സംശയങ്ങളൊക്കെയും സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളൊക്കെയും കേട്ട് മയ്യത്ത് നിസ്കരിച്ചില്ലെങ്കിൽ വലിയ സംഭവമാണ്. സ്ത്രീകൾക്ക് പക്ഷേ ളുഹ്ർ ഖളാ അതാ ഇപ്പൊ നമ്മളെ KMIC കൂലിയാത് പറഞ്ഞ മാതിരി ളുഹ്ർ നിസ്കരിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. പെണ്ണുങ്ങൾ എവിടെയും ചെന്ന് മയ്യത്ത് കഴിച്ചില്ലെങ്കിൽ അതല്ല രസം. ഇതിൽ ഏറ്റവും വലിയ രസം എന്താണ്? ചില പണ്ഡിതന്മാര് സുന്നികളാണെന്ന് പറയുന്നവർ ഇതിന് ഓശാനപാതനുണ്ട് എന്നുള്ളതാ. അതിലാണ് എനിക്കേറ്റവും ദുഃഖം. നിസ്കരിക്കുന്ന പെണ്ണുങ്ങളെക്കാൾ എനിക്കേറ്റവും വിഷമവും സങ്കടവും ദേഷ്യവും വരുന്നതാ. ഇതൊന്നും കുഴപ്പമില്ലാന്ന് ന്യായീകരിക്കുന്ന ചില പണ്ഡിതന്മാർ, അവരെയാണ് നമ്മൾ ആദ്യം ഈ വിഷയത്തിൽ ബോധവൽക്കരണം നടത്തേണ്ടത്. ഞാൻ ഏതായാലും ആ വിഷയത്തിലേക്ക് ഇപ്പൊ വരികയല്ല. നിങ്ങളൊക്കെ ആലോചിച്ച് നോക്കാം, നിങ്ങൾക്കൊക്കെ പ്രായത്തിൽ 50, 55, 60 വയസ്സായ ആൾക്കാർ ഈ ക്ലാസ് റൂമിലില്ലേ? നിങ്ങളൊക്കെ കുട്ടിക്കാലത്ത് എത്ര നല്ല നല്ല ആലിമീങ്ങളും മനുഷ്യന്മാരുണ്ടായിരുന്നു. അവരൊക്കെ എങ്ങനെ അവരുടെയൊക്കെ വീട്ടിൽ ഇങ്ങനെ ഒരു മയ്യത്ത് നിസ്കാരം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഇവിടത്തെ വഹാബികളും ജമാഅത്തെ ഇസ്ലാമിക്കാരും കൊണ്ടുവന്ന ഒരു ആശയത്തിന് സുന്നികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ചിലവർ ന്യായീകരിക്കാനും തുടങ്ങിയപ്പോഴാണ് ഇത്തരം വിഷയങ്ങളൊക്കെയും സമൂഹത്തിൽ അരിഞ്ഞുകൂടാൻ കാരണമായത്. ഞാൻ ഏതായാലും അപ്പൊ ഞാൻ പറയുന്നത് അതെന്താ കുഴപ്പമെന്ന് ചോദിക്കുമ്പോഴേക്ക് നമ്മളെ മനസ്സിൽ ശരിയല്ലേ, എന്താ കുഴപ്പം, ഈ എന്താ കുഴപ്പമെന്നല്ല നമ്മൾ ചിന്തിക്കുന്നത്. ഇതിന് തെറ്റുണ്ടോന്നാണ് ആദ്യം ചിന്തിക്കുന്നത്. കുത്തുമുറാത്തീവ് അത് വെച്ചല്ലേ, അത് തെറ്റാണല്ലേ ആദ്യം പഠിച്ചിട്ട് നമ്മൾ വിലയിരുത്തുക. ഇപ്പൊ നിങ്ങളുടെ മയ്യത്ത് നിസ്കാരം എന്താ കുഴപ്പം, എന്താ ശരിയല്ലേ എന്നല്ല, എന്താണ് ഇതിന്റെ ഇസ്ലാമിക വിധി ഉണ്ടാവുമല്ലോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കേൾക്കുമ്പോഴേക്ക് അത് ശരിയല്ലേ എന്നുള്ള ഒരു ചിന്ത അത് നമ്മുടെ ഖൽബ് ലാസ്റ്റ് ബിദ്അത്തിലേക്ക് എത്തിക്കും. അതെല്ലാവരും ശ്രദ്ധിക്കണം.
എന്റെ പ്രിയപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരും സഹോദരിമാരും രക്ഷിതാക്കന്മാരും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കേൾക്കുമ്പോഴേക്ക് അത് ശരിയല്ലേ എന്നുള്ള ഒരു തോന്നലുണ്ടല്ലോ, ലാസ്റ്റ് അവന്റെ ഖൽബ് ബിദ്അത്തിലേക്കാണ് എത്തുക. അല്ലാഹു തആല കാത്ത് രക്ഷിക്കുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്ത് ഇൻഷാ അല്ലാഹ് കുത്തുമുതലാത്തീബിനെ പറ്റിയൊക്കെ വിശാലമായ രസം ഞാൻ പറയാൻ വേണ്ടി അതിന്റെ ഇബാദത്തുകളൊന്നും മുമ്പിലേക്ക് വെച്ച് ക്ലാസ് റൂമിലേക്ക് കയറിയതല്ല. ഞാനിങ്ങനെ കേൾക്കുമ്പോഴേക്ക് ശരിയല്ലേ എന്നുള്ളൊരു തോന്നല് പലർക്കും വരലുണ്ട്. അതിന്റെ ചില ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഏതായിരുന്നാലും ഇൻഷാ അല്ലാഹ് നമുക്ക് കാര്യങ്ങളൊക്കെയും വിശാലമായി പഠിക്കാനും നമ്മുടെ നേതൃത്വം പറയുന്നത് നമ്മുടെ ആഖിറത്തിലെ വിജയത്തിന് വേണ്ടിയിട്ടാണ്. ആ ഒരു ബോധമുണ്ടായാൽ നമുക്കൊരു പിഴവും സംഭവിക്കില്ല. അള്ളാഹു നമ്മുടെ നേതൃത്വത്തിന് ദീർഘായുസ്സും ആഫിയത്തും കൊടുത്ത് അവർ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ആശയം മുൻനിർത്തി ജീവിക്കുവാനും അതെല്ലാം നമ്മുടെ കുടുംബ മിത്രാദികളിലേക്ക് എത്തിക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് തൽക്കാലം ഞാൻ മൈക്കവിടുന്നു. ദുആ വസിയത്തോടുകൂടെ ഇൻഷാ അല്ലാഹ് എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് ഒരു 5 മിനിറ്റ് കഴിഞ്ഞാലല്ലേ ഡോക്ടർ അബ്ദുസ്സലാം എന്ന് പറയുന്ന കഴിഞ്ഞാൽ മൈക്ക് കൊടുത്താൽ വന്നോ ലൈവ് വന്നോ വിസ്കാരം കഴിഞ്ഞോ. ഏതായാലും നമ്മുടെ ഡോക്ടർ അബ്ദുസ്സലാം എന്ന് പറയുന്ന വ്യക്തിയുടെ നല്ലൊരു പ്രഭാഷണവും ലൈവും നമ്മളിലേക്ക് വരുന്നുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഉണർത്തി തൽക്കാലം ഞാൻ മൈക്ക് വിടുന്നു. ദുആ വസിയത്തോടെ അസ്സലാം.